ആരാണ് ലോകത്തിലെ ഏറ്റവും വലിയ കള്ളൻ എന്ന ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ആരാ വരിക? ഏറ്റവും വലിയ കള്ളൻ അലിബാബ, ബണ്ടി ചോർ, അല്ല ഇപ്പോൾ നെപ്പോളിയൻ്റെ ഏതൊക്കെ ആഭരണങ്ങൾ ഫ്രാൻസിൽ മോഷണം പോയി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. അതല്ല, നമ്മുടെ ഇന്ത്യയിൽ നിന്ന് കോഹിനൂർ രത്നം അടിച്ചു മാറ്റി കൊണ്ടുപോയ ബ്രിട്ടീഷുകാർ. ആരാണ് നിങ്ങളുടെ മനസ്സിൽ വരിക? സത്യം പറഞ്ഞാൽ ഇവരൊന്നുമല്ല കേട്ടോ. ഏറ്റവും വലിയ കള്ളൻ ആരാന്ന് ചോദിച്ചാൽ ഈ കാലത്ത് ജീവിക്കുന്ന നമ്മളിൽ ഓരോരുത്തരിലും അതിൻ്റെ ഉത്തരവുണ്ട്. നമ്മളിൽ ഓരോരുത്തരും അതിൻ്റെ മറുപടിയുണ്ട്. ഏറ്റവും വലിയ കള്ളനാരാ? നമ്മുടെ കീശയിലിരിക്കുന്ന ഫോണാണ്. നമ്മുടെ കീശയിലിരിക്കുന്ന ഫോൺ അല്ലേ എന്തെല്ലാം മോഷണം പോയത്. നമ്മുടെ ഏറ്റവും വിലപ്പെട്ട സമയം ഒരിക്കലും ഒരു മനുഷ്യൻ 1000 കുതിരശക്തികളോട് കൂടിയിട്ട് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചാലും തിരിച്ചു വലിച്ചാലും തിരിച്ചു കിട്ടാത്ത വിലപ്പെട്ട അവൻ്റെ സമയം, അവൻ്റെ ആയുസ്, അവൻ്റെ യുവത്വം അല്ലേ. ഇന്ന് പറയുകയാണെങ്കിൽ ശൈശവം, ആ ശൈശവം ഫോണിൻ്റെ കൂടെയാണ്. ശൈശവം വിട്ടുവരുന്ന ബാല്യം ഫോണിൻ്റെ കൂടെയാണ്. ബാല്യം വിട്ടുവരുന്ന യുവത്വം ഫോണിലേക്ക് അടിമപ്പെട്ടൊരു കാലമാണ്. എന്നാൽ യുവത്വം കഴിഞ്ഞിട്ട് വൃദ്ധതയിലേക്ക് പോകുന്ന ആളുകൾ അവരും ഇന്ന് ഫോണിൽ തോണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ആരാ ഉള്ളത്? വയോവൃദ്ധന്മാരായ ആളുകൾ വരെ നമ്മൾ കരുതും അവരെങ്കിലും തസ്ബീഹ് മാല പിടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് പറഞ്ഞിരിക്കുക. അവരെയും ഇന്ന് തസ്ബീഹ് ചൊല്ലാനോ പള്ളിയിലിരിക്കാനോ ഖുർആൻ ഓതാനോ കിട്ടുന്നില്ല.